വെൽക്കം ടു സുദർശനം ടാരറ്റ് കാർഡ് റീഡിംഗ്. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ എന്ന് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏഞ്ചൽസ് പറയണ ഇത് ശരിയായ സമയമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം ഒന്ന് മാറ്റി വെക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് തുടങ്ങാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അത് ചെയ്യണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ എന്തെങ്കിലും കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാനോ സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ, എന്തെങ്കിലും വാങ്ങിക്കാൻ, വസ്തുവകകൾ വാങ്ങിക്കാനോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനോ പോകുന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് നല്ല സമയമല്ല എന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് നഷ്ടം വരുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, എൻ്റെ പ്രേക്ഷകർക്കുള്ള കൃത്യമായ റീഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. യൂണിവേഴ്സ് ഈ വീഡിയോ കാണുന്നവരുടെ കൃത്യമായ റീഡിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡിയർ യൂണിവേഴ്സ്, ഈ റീഡിംഗ് കാണുന്നവരുടെ കൃത്യമായ ഇന്നത്തെ എനർജി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിയർ യൂണിവേഴ്സ്, ഈ റീഡിംഗ് കാണുന്ന കൃത്യമായ എനർജി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, വളരെ വളരെ മനോഹരമായ ഒരു കാർഡാണ് അത്. ഇന്ന് ഞാൻ കുറേ റീഡിങ് ചെയ്യുന്ന സമയത്ത് ഇത് ആർക്കെങ്കിലും വരുമെന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ റീഡിങ് എടുക്കുന്ന സമയത്ത് ഞാൻ വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡുകളിൽ മൈനർ ആർക്കാന കാർഡിലെ ഒരു ബെസ്റ്റ് കാർഡാണ് 11 എന്നുള്ള ഒരു ഏഞ്ചൽ നമ്പറിനെ കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് 4 of Wands, അതായത് സെലിബ്രേഷനാണ് ഇവിടെ കാണുന്നത്. അതേപോലെ നിങ്ങൾ ആഗ്രഹസാധ്യം സാഫലീകരണം എന്നും ഒക്കെ പറയുന്നുണ്ട്. ഏഞ്ചൽ നമ്പറായ 11 എഴുതിയ പോലെ 2 നമ്പർ 11 എഴുതിയ പോലെ 2 വടി 4 വടിയാണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡുകളിൽ ഒന്നാണ്. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം സക്സസ് ആവാനും, നിങ്ങൾ എന്തെങ്കിലും കുറെ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഗോൾസ് ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ നേടാനും ഒക്കെ ഈ ഒരു കാർഡ് പൊതുവെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് പോവാം. ഈ കാർഡ് പൊതുവെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാർഡാണ്. എല്ലാവരും യോജിക്കുക, അതായത് 2 ആളുകൾ ഇവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു സെലിബ്രേഷൻ വരുന്നു. നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ഫീലിങ്സും എല്ലാം നിങ്ങൾക്ക് ഇത് റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു കാർഡാണ്. നല്ല ഫലങ്ങൾ നൽകുന്നു. കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെന്താണ്, ഗാർഹികമായ വിളവെടുപ്പ് എന്നൊക്കെ പറയാം. നിങ്ങൾ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാർവെസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു കാർഡാണ്. പിന്നെ അതൊരു ഹോം എനർജിയാണ്. അതായത് വീട്ടുകാരുമായിട്ടും വിശ്രമിക്കാനും യോജിപ്പോടുകൂടെ ഇരിക്കാനും ഒക്കെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഐക്യത്തിനെയും സമൃദ്ധിയെയും സമാധാനത്തെയും ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കുന്നു എന്ന് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അതെന്താന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രണയബന്ധങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ഈ ഒരു കാർഡ് പറയുന്നത് ഒരു മിഥ്യാധാരണയുടെയും വഞ്ചനയുടെയും കാർഡാണ് ഈ ഒരു കാർഡ്. അതായത് നിങ്ങൾ അവരെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ എന്താ പറയാ, വഞ്ചിക്കുകയാണെന്നോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്. അതിനാൽ അതായത് എന്തെങ്കിലും തോന്നുന്നത് പോലെ അല്ലാത്ത ഒരു സമയത്തെ പലപ്പോഴും നിർദ്ദേശിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം സമ്മതിക്കാൻ കഴിയാത്തൊരു സത്യം ഒക്കെ ഈ ഒരു കാർഡിന്റെ എനർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഈ ഒരു മൂൺ കാർഡിന്റെ എനർജിയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ ഒരു മൂൺ കാർഡ് ഇന്നത്തെ റീഡിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു റീഡിങ്ങുമായിട്ട് വരും. നിങ്ങൾക്ക് എല്ലാം റെസൊനേറ്റ് ആവണമെന്നില്ല.
ഇത് പല ആൾക്കാരുടെ എനർജിയും ഇവിടെ ഉള്ളത് കൊണ്ട് ചിലർക്ക് മാത്രമേ ഇത് റെസിനേറ്റ് ആവാൻ സാധ്യതയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് ഉണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.